നമസ്കാരം. മൈസൂരു രാജീവ് നഗറിലെ നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന്റേത് ശരിക്കും ഒരു ചേരിയിൽ നിന്ന് തുടങ്ങി ഡോണായി മാറിയ മാഫിയ രാജാവിന്റേതിന് സമാനമാണ്. അത്രയ്ക്ക് വേഗത്തിൽ കണ്ണടച്ച് തുറക്കും മുമ്പാണ് സുൽത്താൻ ബത്തേരിയിലെ മൈതാനിക്കുന്നിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന ആൾ 350 കോടി ആസ്തിയുള്ള ധനാഢ്യനായി മാറിയത്. എന്നാൽ ഏതുവഴിയാണ് ഈ പണം ഷൈബിൻ സമ്പാദിച്ചത് എന്നത് ഇന്നും ദുരൂഹമായി നിൽക്കുന്നു. ഗൾഫിലേക്ക് ചുവട് മാറിയതോടെയാണ് അതിവേഗ വളർച്ച ഇയാൾക്ക് ഉണ്ടായത് എന്നത് വ്യക്തമാണ്. സുൽത്താൻ ബത്തേരിക്കടുത്ത് മൈതാനിക്കുന്നിലെ കുടിലിൽ നിന്നാണ് 350 കോടി രൂപയുടെ ആസ്തിയുള്ള പ്രവാസി വ്യവസായിലേക്കുള്ള ഇയാളുടെ വളർച്ച. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഷൈബിൻ അഷ്റഫിന് വേണ്ടി കോടികളുടെ അത്യാഡംബര വീടിന്റെ നിർമ്മാണം പുരോഗമിക്കവെയാണ് ഇയാൾ അറസ്റ്റിലായത്. ഇതോടെയാണ് ഷൈബിന്റെ ധനസ്രോതസ്സിന്റെ നിഗൂഢതകൾ ഉയർന്നു വന്നതും. 1 ഏക്കറോളം വിസ്തൃതിയിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിന് 30 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിഥി മന്ദിരങ്ങളും വാച്ച് ടവറുകളും ഇടനാഴികളും താമരക്കുളവും ഒക്കെയായി അത്യാഡംബര രീതിയിൽ അറേബ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിലായിരുന്നു വീടിന്റെ നിർമ്മാണം പുരോഗമിച്ചത്. 8 വർഷം മുമ്പാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ ഇതിനിടയിൽ ലഹരിമരുന്നു കടത്തുകേസിൽ ദുബായിൽ അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. പിന്നാലെ വൃക്കരോഗവും വന്നതോടെ വീടിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചതും. ഇതിനിടയിലാണ് ഷഹബാസ് ഷെരീഫ് വധക്കേസിൽ അറസ്റ്റിലാവുന്നത്. 10 വർഷം മുൻപ് വരെ നാട്ടിൽ ഓട്ടോ ഓടിച്ചും ലോറി ക്ലീനറായുമെല്ലാം നടന്നിരുന്നയാളാണ് ഷൈബിൻ. അതിനിടെ മാതാവ് ജോലി തേടി ഗൾഫിലേക്ക് പോയി. മാതാവിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഷൈബിനും ഗൾഫിലെത്തിയത്. പിന്നീടുള്ള വളർച്ച അതിവേഗത്തിലായിരുന്നു. മുക്കട്ടയിലെ വീട് 2 കോടി രൂപ നൽകിയാണ് വാങ്ങിയത്. 4 ആഡംബര കാറും മറ്റു വാഹനങ്ങളും ഇയാൾക്ക് സ്വന്തമായുണ്ട്. തമിഴ്നാട്ടിൽ ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. അബുദാബിയിൽ അറബിയുമായി ഒന്നിച്ച് ഡീസൽ വ്യവസായമാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഹൂതി വിമതർക്ക് ഇന്ധനം എത്തിക്കലായിരുന്നു ഇടപാടെന്നും അന്ന് നാട്ടിൽ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ യുവാക്കളെ സംഘടിപ്പിച്ച് കൊട്ടേഷൻ പരിപാടികളുടെ അമരക്കാരനായും ഷൈബിൻ നിലകൊണ്ടു. സ്റ്റാർ 1 ഗ്രൂപ്പ് എന്ന പേരിലാണ് ഷൈബിൻ അഷ്റഫിന്റെ വ്യവസായ ശൃംഖല പ്രവർത്തിക്കുന്നത്. സ്റ്റാർ 1 ഗ്രൂപ്പ് കൊട്ടേഷൻ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. 2014-15 കാലഘട്ടത്തിൽ റഹ്മത്ത് നഗർ, പുത്തൻകുന്ന്, കൽപ്പഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി യുവാക്കളെ ഇദ്ദേഹം ജോലിക്കായി വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇവരിൽ പലർക്കും വിദേശത്തും നാട്ടിലുമായി ജോലി തരപ്പെടുത്തി നൽകുകയും ചെയ്തു. എന്നാൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയ പലരും പിന്നീട് ഷൈബിന്റെ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ഷൈബിൻ നാട്ടിലെത്തുമ്പോഴെല്ലാം ഇദ്ദേഹം വലിയ ആഡംബര വാഹനങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ മുന്നിലും പിന്നിലും എസ്കോർട്ടായി ഈ യുവാക്കൾ ഉണ്ടാവാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഏറ്റവും ഒടുവിൽ ഷൈബിൻ അഷ്റഫ് സ്പോൺസർ ചെയ്ത വടംവലി ടീമിനെതിരെ മത്സരിച്ച് ജയിച്ച ടീമിലെ സംഘാംഗങ്ങളെ ഇദ്ദേഹം കൊട്ടേഷൻ നൽകി മർദ്ദിച്ചിരുന്നു. മർദ്ദനമേറ്റ കൂട്ടത്തിലുള്ള ഒരു യുവാവ് പിന്നീട് മരിച്ചു. കൊട്ടാര സമാനമായ വീട്ടിൽ കെട്ടിത്തൂക്കി തന്നെ മർദ്ദിച്ചുവെന്ന് ഇദ്ദേഹം പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. വീടിനകത്ത് സിംഹാസനത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ചുറ്റും ആജ്ഞാനുവർത്തികൾ പോലെ നിരവധി പേർ അംഗരക്ഷകരായും ഉണ്ടായിരുന്നുവെന്ന മൊഴിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കണ്ണുകെട്ടി ഒരു കാപ്പിത്തോട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കേസ് ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല.